നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 18 ലക്ഷം പ്രവാസികളെ നാടുകടത്തണമെന്ന് കുവൈറ്റ് MP. ദിവസം 7 പേരെ വീതം നാടുകടത്തുന്നു. വിദേശികളുടെ എണ്ണം കുറയ്ക്കണമെന്ന ആവശ്യം കുവൈറ്റിൽ ഉയരാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. മറ്റ് GCC രാജ്യങ്ങളെപ്പോലെ സ്വദേശികളെക്കാൾ കൂടുതൽ വിദേശികളുള്ള രാഷ്ട്രമാണ് കുവൈറ്റും. വിദേശികൾ കാരണം സമ്പത്തിന്റെ ചോർച്ച സംഭവിക്കുന്നു എന്ന അഭിപ്രായമുള്ള MP മാരും കുവൈറ്റിലുണ്ട്. ഇപ്പോൾ കുവൈറ്റിലെ 18 ലക്ഷം പ്രവാസികളെ നാടുകടത്തണമെന്ന വിചിത്ര ആവശ്യവുമായി കുവൈറ്റ് പാർലമെന്റ് അംഗം രംഗത്ത് വന്നിരിക്കുകയാണ്. സർക്കാരിന്റെ ചതുർവത്സര കർമ്മ പരിപാടികളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവേ ഫാരിസ് അൽ ഒതൈബി എന്ന അംഗമാണ് കഴിഞ്ഞ ദിവസം ഈ ആവശ്യം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ളത്. ജനസംഖ്യാഘടന ഭേദഗതി വരുത്തുന്നതിൽ സർക്കാർ മൗനം പാലിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്തെ പ്രവാസികളുടെ എണ്ണം 33 ലക്ഷം എന്നത് മാറ്റമില്ലാതെ തുടരുകയാണ്. അതായത് കുവൈറ്റിന്റെ മൊത്തം ജനസംഖ്യയായ 48 ലക്ഷത്തിന്റെ 69% വിദേശികളാണ്. പ്രവാസികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും ഇതുവരെ ഇതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് MP പറയുന്നു. പ്രവാസികൾക്ക് പുതിയ വിസകളും ആശ്രിത വിസകളും സന്ദർശക വിസകളും അനുഭവിക്കുന്നതിൽ സർക്കാർ കർശന നിയമങ്ങളാണ് സ്വീകരിക്കുന്നത്. തൊഴിൽ വിസ അനുവദിക്കുന്നതും യുക്തിസഹമാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്തെ പ്രവാസികളുടെ താമസ കാലാവധി നിയന്ത്രിക്കുന്നതിന് നിലവിലെ താമസ നിയമം പുനഃപരിശോധിക്കാൻ പദ്ധതിയുണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം നിയമം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയെടുക്കുകയാണ് കുവൈറ്റ് ഭരണകൂടം. അനധികൃതമായി ജോലി ചെയ്യുന്നവർ, രേഖകളില്ലാതെ ജോലി ചെയ്യുന്നവർ, സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർ എന്നിവർക്കെതിരായി നടപടിയും ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 3 മാസത്തിനിടെ 700 പേരെ കുവൈറ്റ് നാടുകടത്തിയത്. ഏറ്റവും കുറഞ്ഞത് ദിവസം 7 പേർ വീതം എന്ന കണക്കിൽ നാടുകടത്തുന്നുമുണ്ട്. 700 ഫിലിപ്പൈൻസുകാരെയാണ് കുവൈറ്റ് നാടുകടത്തിയത് എന്ന് പ്രാദേശിക മാധ്യമമായ അൽറായ് റിപ്പോർട്ട് ചെയ്തു. നാട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോഴുള്ള ചെലവ് പ്രവാസികൾ സ്വന്തമായി വഹിക്കുകയോ ഫിലിപ്പിനോ എംബസി എടുക്കുകയോ ആണ് ചെയ്തത്. കൂടുതൽ ചെലവും എംബസിയാണ് വഹിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്പോൺസർക്ക് ഇക്കാര്യത്തിൽ ചെലവ് വന്നിട്ടില്ല. കേസുകളിൽ പ്രതികളായവരെ നാടുകടത്തുമ്പോൾ സ്പോൺസർമാർക്ക് സാമ്പത്തിക ഭാരം ഉണ്ടാകില്ല. തൊഴിൽ കരാറുകളിൽ ലംഘനം നടത്തി മുങ്ങിയവർക്കും സ്പോൺസറിൽ നിന്ന് നഷ്ടപരിഹാരമോ നാട്ടിൽ പോകുന്നതിനുള്ള ചെലവോ കിട്ടില്ല. കുവൈറ്റിലെ പുതിയ നടപടികൾ പ്രകാരം ഇത്തരത്തിൽ പിടിയിലാകുന്നവരെ നാടുകടത്തുമ്പോൾ ചെലവ് സ്വന്തമായി വഹിക്കണം, അല്ലെങ്കിൽ എംബസി വഹിക്കണം. നിസ്സാര കേസുകളിൽ അകപ്പെടുന്ന വിദേശികൾക്കെതിരെയും കുവൈറ്റ് ഭരണകൂടം ശക്തമായ നടപടി സ്വീകരിക്കുന്നുവെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ഇതിനിടെയാണ് രാജ്യത്തെ 18 ലക്ഷം പ്രവാസികളെ നാടുകടത്തണമെന്നാവശ്യപ്പെട്ട് ഫാരിസ് അൽ ഉദൈബി MP രംഗത്ത് വന്നിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.